ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ യാഥാർത്ഥ്യമാകും. മന്ത്രി പീയൂഷ് ഗോയൽ മസ്കത്തിൽ. ഇരട്ട നികുതി ഒഴിവാക്കൽ പുതുക്കിയ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ച് ഒമാനും ഇന്ത്യയും. ദോഫാറിലെ ധാക്കയിൽ കടലിൽ വീണ 3 പേരെ രക്ഷപ്പെടുത്തി. ഗൾഫ് മാധ്യമം ഒമാൻ. ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കും. ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായതായാണ് അറിയാൻ കഴിയുന്നത്. കരാറിൽ ഒപ്പിടുകയെന്ന ഘട്ടമാണ് ഇനിയുള്ളത്. അതേസമയം 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള 11ാമത് ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ പങ്കെടുത്തു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പീയൂഷ് ഗോയൽ എക്സിൽ കുറിച്ചു. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളും ചർച്ചയിൽ വന്നതായി അദ്ദേഹം പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള സംയുക്ത ബിസിനസ് കൗൺസിൽ യോഗത്തിനായി ഗോയലിനൊപ്പം ബിസിനസ് പ്രതിനിധി സംഘം എത്തുന്നുണ്ട്. 2023-24 ഒമാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $8.9 ശതകോടി ആണ്. ഇന്ത്യയുടെ കയറ്റുമതി $4.2 ശതകോടി ഇറക്കുമതി $4.5 ശതകോടി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ചരക്കുകളുടെ നികുതി കുറയ്ക്കുകയും സാമ്പത്തിക മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൊത്തത്തിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2023 സുൽത്താന്റെ ഇന്ത്യ സന്ദർശനത്തോടെയാണ് കരാറിന് കൂടുതൽ ഗതിവേഗം പകർന്നത്. ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി സംബന്ധിച്ച സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിനുമുള്ള കരാർ പുതുക്കുന്നതിനായി ഒമാനും ഇന്ത്യയും ഭേദഗതി ചെയ്ത പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു. മസ്കത്തിൽ നടന്ന ചടങ്ങിൽ ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാമിസ് അൽ ജാഷ്മിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിൻ നാരംഗുമാണ് ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാറിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നാസർ ബിൻ ഖാമിസ് അൽ ജാഷ്മി പറഞ്ഞു. നികുതി മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായാണ് പുതുക്കിയ പ്രോട്ടോകോൾ ഉണ്ടായതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദോഫാർ ഗവർണറേറ്റിലെ ധാക്കയിൽ കടലിൽ വീണ 3 പേരെ രക്ഷപ്പെടുത്തി. സലാലയ്ക്ക് സമീപം ധാക്ക വിലായത്ത് തീരത്തായിരുന്നു ബോട്ട് മുങ്ങിയത്. ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. ഇവർക്ക് പ്രാഥമിക പരിചരണം നൽകുകയും വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി ധാക്ക ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.